നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പ്രതിനിധി സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഡിവൈഎഫ്ഐയുടെ ഈ സമ്മേളന നഗരിയിൽ നടക്കുന്ന പ്രദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് നടന്ന ഒരു പരിപാടിയായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്നത് ഫേസ്ബുക്കിൽ ഒക്കെ വിവിധ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന ഒന്ന്. അത് കാണുന്നത് ശരിയാണെങ്കിൽ എന്താണ് പറയുക വേണ്ടത്, അതൊരു വസ്ത്ര സ്വാതന്ത്ര്യം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതിനൊന്നും ആരും എതിരൊന്നുമില്ല, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയും എതിരല്ല. അതൊക്കെ ഓരോരുത്തർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം. പക്ഷേ എങ്കിലും ഡിവൈഎഫ്ഐ പോലുള്ളൊരു സംഘടന നടത്തുന്ന പരിപാടിയിൽ ചില കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനൊരു ഔചിത്യം ഉണ്ടാകണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണോ അതോ അല്ല ഡിവൈഎഫ്ഐ വലിയ മാറ്റങ്ങൾക്ക് തയ്യാറാകുന്നത് കൊണ്ടാണോ, അല്ല പറഞ്ഞു കേൾക്കുന്ന പുതിയ നേതൃത്വം മുമ്പ് ചിന്താ ജെറോമിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, ജിമ്മിക്കിയും കമ്മലിൻ്റെയും കാലമാണ്, അങ്കിളിൻ്റെ കശല, സുരേഷയുടെ എന്ന് പറഞ്ഞ ഇതൊക്കെ വന്നിട്ടുള്ള ഒരു ഇത്. അപ്പം ജിമിക്കിയുടെയും കമലിൻ്റെയും കാലമായതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ വേറൊരു ഫോണ് സംഘടിപ്പിച്ചതാണ്. കാരണം ഇത് പറയുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാണല്ലോ. അപ്പോൾ ഇന്നലെ ഒരു ഡാൻസ് പരിപാടി, ഒരു ആൾക്കൊന്ന് ഏകാംഗ നാടകമാണെന്ന് തോന്നുന്നു. പക്ഷേ അത് കുറച്ചുകൂടി മാന്യമായിട്ടാവാമായിരുന്നു ഒരു സ്ത്രീ കാണാനൊരു മുതിർന്ന സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്പം പ്രായമൊക്കെയുള്ളതാണ്. എന്നാൽ അവരുടേതായ ഒരു വസ്ത്രധാരണ അതത്ര അങ്ങ് ശരിയായിട്ടില്ല. അത് ഒരു ശരികേട് പോലെ എനിക്ക് തോന്നി. അത് ഇന്ന് സൈബർ ഇടങ്ങളിലൊക്കെ പ്രചരിക്കുകയാണ്. അപ്പോൾ അതിതാണ് കാണുന്നുണ്ടെന്നാണ് തോന്നുന്നു. ഇതൊരു ദയനീയ അവസ്ഥയാണ്. ഇതൊക്കെ നേതൃത്വം ഇടപെട്ട് തടയേണ്ടതല്ലേ? ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ എന്താണ് ആ പരിപാടി അവതരിപ്പിക്കുന്നത്, അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു മുൻധാരണ ഉണ്ടാകണ്ടേ? അതെവിടെയാണ് അവതരിപ്പിക്കുന്നതെന്ന്. ഒരു ഫാഷൻ ഷോ ഒക്കെ അവതരിപ്പിക്കുന്നത് നോക്കിയാട്ടെ. പണ്ട് മാറുമറക്കാൻ അഥവാ മുട്ടിന് താഴെ മുണ്ടൊടുക്കാൻ അവസരമില്ലാത്തൊരു കാലഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ട് പൊരുതി നേടി വന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇത് വളരെ അംഗീകരിക്കാൻ പറ്റാത്തൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇനിയിപ്പോൾ യുവാക്കളെ കൂടുതലായി ആകർഷിക്കാൻ വേണ്ടി പരിപാടികളിൽ ആളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഒക്കെയാണോ ഇങ്ങനെ സംഘടിപ്പിച്ചത് എന്നറിയില്ല. ഏതായാലും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല, പ്രതിഷേധാർഹമാണ്. വസ്ത്രം ധരിക്കുന്നത്, പരിപാടി അവതരിപ്പിക്കുന്നത് കലാകാരൻ്റെ അതവരുടെ ഇഷ്ടാനുസരണം ആണ്. പിന്നെ ഇപ്പോൾ പാറ്റകളുടെയൊക്കെ അതുപോലെ തന്നെ ജൻസി കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് ഇനി ഇങ്ങനെയൊരു മാറ്റം വന്നതാണോ എന്നറിയില്ല. ഏതായാലും അത് കാണുമ്പോൾ ഒന്നും പ്രതികരിക്കാതെ നിൽക്കാൻ പറ്റില്ല. പുതിയ നേതൃത്വത്തിൻ്റെ പുതിയ ശൈലികളാണെങ്കിൽ, ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ മാർഗങ്ങളാണെങ്കിൽ, അല്ല ഇനി പുതിയ രീതിയാണെങ്കിൽ എനിക്കതിൽ പ്രശ്നമില്ല. പക്ഷേ ഇത്തരം പരിപാടികൾ ഡിവൈഎഫ്ഐയുടെ വേദികളിൽ അവതരിപ്പിക്കുമ്പോൾ ആ പരിപാടിയുടെ കണ്ടന്റ് എന്താണ്, അതിൻ്റെ വേഷവിധാനങ്ങൾ എന്താണ്, അതെന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളൊരു മുൻധാരണ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിനും സംഘാടകർക്കും ഉണ്ടാകണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ശരിയായിട്ടില്ല. ഇപ്പം നമ്മളൊക്കെ എന്ന് പറയേണ്ടത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഒന്ന് പറയുമ്പോഴേക്ക് ചാടി കടിച്ചു കീറാൻ വരുന്ന കുറേ മഹിളാ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ് ഇത് കാണേണ്ടത്. അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും അതൊരു ശരിയായ പരിപാടിയായിട്ടില്ല.